മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വാർഡിലോട്ട് മാറ്റിയ മഹാലക്ഷ്മിയെ കാണാനായിട്ട് കണ്ണൻ അവിടെ എത്തുന്നുണ്ട്. അപ്പോഴേക്കും കണ്ണനോട് ഡോക്ടർ പറയുന്നുണ്ട്, എന്താണെങ്കിലും ഇനി മഹിയും കുഞ്ഞിനെ സുരക്ഷിതമായ സ്ഥാനത്ത് വേണം നിർത്താൻ. ഇനിയൊരു അപകടവും മഹിക്കും കുഞ്ഞിനും സംഭവിക്കരുത്. അത് കണ്ണൻ്റെ ഉത്തരവാദിത്തമാണെന്നും, അല്ലെങ്കിൽ കണ്ണനെ വീട്ടിൽ നിർത്താൻ തന്നെയാണ് ഉദ്ദേശമെങ്കിൽ വീട്ടിലുള്ളവരെ അവിടെ നിന്നും പറഞ്ഞയക്കണമെന്നെല്ലാം ഡോക്ടർ പറയുന്നത് കേട്ട ഇനി അങ്ങനെ തന്നെ ഞാൻ ചെയ്യുമുള്ളൂ ഡോക്ടറെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണൻ ഡോക്ടർക്ക് വാക്ക് കൊടുക്കുകയാണ്. ഇനി ഞാൻ കോടതിയിലോട്ട് പോവുകയാണെന്നും കരുണയുടെ അച്ഛനോട് യാതൊരുവിധ ദാക്ഷിണ്യവും ഞാൻ കാണിക്കില്ല, അയാൾക്ക് നല്ല ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കും, അയാളെ ഞാൻ ജയിലിലോട്ട് തന്നെ അയക്കും എന്നെല്ലാം മോഹിനിയോടായിട്ട് പറയുമ്പോഴേക്കും മോഹിനി പറയുന്നുണ്ട്, അത് വേണം മോനെ, 2 പേർക്കും ജയിലിൽ കിടക്കാനുള്ള യോഗമുണ്ടെന്നെല്ലാം മോഹിനി പറയുന്നുണ്ട്. പിന്നീട് തൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് കുഞ്ഞിനെ ലാളിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട് കണ്ണൻ. എന്നിട്ട് മഹിയോട് പറയുന്നുണ്ട്, തന്നെയും കുഞ്ഞിനെയും വാർഡിലോട്ട് മാറ്റിയ ഒരു സമാധാനത്തിൽ ഞാൻ നല്ല രീതിക്ക് തന്നെ കേസ് വാദിക്കുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണൻ അവിടെ നിന്ന് പോവുകയാണ്. കോടതിയിലെത്തുന്ന മുത്തശ്ശിയാണെങ്കിൽ വക്കീലിനോടായിട്ട് പറയുന്നുണ്ട്, ഈ കേസ് ജയിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയുമ്പോൾ വക്കീൽ പറയുന്നുണ്ട്, നിങ്ങളെന്തിനാണ് പിന്നെ എനിക്ക് ഇത്രയും പൈസ എന്നെ വെച്ചതെന്ന് പറയുകയാണ്. 20 വർഷം മുമ്പ് നടന്ന കേസല്ലേ, അതിലാണെങ്കിൽ മൊഴി മാറ്റി പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ജാമ്യം ഞാൻ നേടിത്തരാമെന്നെല്ലാം വക്കീൽ പറയുന്നത് കേട്ട് മുത്തശ്ശിക്ക് ചെറിയൊരു ആശ്വാസമെല്ലാം ആകുന്നുണ്ട്. കോടതി വളപ്പിലോട്ട് കൊണ്ടുവരുന്ന പ്രതാപനെയും വാമദേവനെയും മുത്തശ്ശിയാണെങ്കിൽ കാണുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി ഓടി വന്ന് SIയോട് പറയുന്നുണ്ട്, എൻ്റെ മോനോട് എനിക്ക് കുറച്ച് സംസാരിക്കണമെന്ന്. അതും പ്രകാരം SI അതിന് സമ്മതിക്കുന്നു. അങ്ങനെ പ്രതാപനോടായിട്ട് മുത്തശ്ശി എന്തോ കാര്യങ്ങളെല്ലാം പറയുന്നു. പ്രതാപൻ ഇത് കേട്ട് ആകെ ഞെട്ടി വിറച്ച് തന്നെ നിൽക്കുന്നുണ്ട്. കണ്ണൻ്റെയും അനന്തുവിൻ്റെയും അടുത്ത് ചെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്, കരുണമോള് ഗർഭിണിയാണെന്നും അവരെ എങ്ങനെയും രക്ഷപ്പെടുത്തണമെന്നുള്ള ഒരു ഭാവത്തിൽ തന്നെ മുത്തശ്ശി നിൽക്കുമ്പോഴേക്കും അനന്ത് പറയുന്നുണ്ട്, കുട്ടികളെ വളർത്താൻ പറ്റാത്തവർക്ക് എന്തിനാണ് വയറ്റിൽ ഒരു കുട്ടിയെയും വെച്ച് നടക്കുന്നതെന്നെല്ലാം മുത്തശ്ശിയോട് ചോദിക്കുന്നു. തിരിച്ചു പോകുമ്പോൾ തൻ്റെ മകൻ കൂടെ ഉണ്ടാവില്ലെന്നെല്ലാം കണ്ണൻ പറയുന്നത് കേട്ട് മുത്തശ്ശിക്കാണെങ്കിൽ ആകെ കരച്ചിൽ വരുന്നു. അതുകൊണ്ട് അനന്ത് പറയുന്നുണ്ട്, ഇനി കരഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പ്രതിഭാഗം വക്കീൽ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വാമദേവൻ പറയുന്നുണ്ട്, ഞാൻ അവിടുത്തെ സൂപ്പർവൈസർ ആയിരുന്നുവെന്നും വർഷങ്ങളായിട്ട് അവിടെ തന്നെയായിരുന്നു നിന്നിരുന്നതെന്നും അതുകൊണ്ട് വിശ്വനാഥനുമായിട്ട് എനിക്ക് വളരെയേറെ നല്ല അടുപ്പമുണ്ടായിരുന്നു, ഒരിക്കലും ഞാൻ വിശ്വനാഥനെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുക്കില്ല എന്നെല്ലാം വാമദേവൻ വാദിക്കുമ്പോഴേക്കും വക്കീലാണെങ്കിൽ പ്രതാപനോടായിട്ട് ചോദിക്കുന്നുണ്ട്, ഇയാൾ തനിക്ക് കൊട്ടേഷൻ തന്നോ എന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, എനിക്ക് ഓർമ്മയൊന്നുമില്ല, എനിക്ക് ചെറിയൊരു മറവി രോഗമുണ്ടെന്നും ഞാൻ ചെറിയൊരു മെൻ്റൽ പേഷ്യൻ്റ് ആണെന്നെല്ലാം പറഞ്ഞ് പ്രതാപൻ അവിടെ നിന്നും കൈയൊഴിയാണ്. അന്നൊരു കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. ആ മഴയത്ത് എനിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചോ എന്ന് തന്നെ അറിയില്ല എന്നെല്ലാം പറയുമ്പോഴേക്കും ജഡ്ജി പറയുന്നുണ്ട്, അതെന്താണ് സ്വന്തം വാഹനം ഇടിച്ചിട്ട് അറിയാതിരുന്നതെന്നെല്ലാം ചോദിക്കുമ്പോഴേക്കും പ്രതാപനാണെങ്കിൽ ഉത്തരം മുട്ടിപ്പോകുന്നുണ്ട്. തനിക്കൊന്നും പറയാനായിട്ട് പറ്റുന്ന ഒരവസ്ഥയിലല്ല എന്നുള്ള മട്ടിൽ തന്നെ പ്രതാപൻ നിൽക്കുന്നു. അതേസമയം അവരുടെ പ്രതിഭാഗം വക്കീലാണെങ്കിൽ ഇവർക്ക് ജാമ്യം അനുവദിക്കണമെന്നും കോടതി ഇവരെ വെറുതെ വിടണമെന്നല്ല അപേക്ഷിക്കുന്നു. അതേസമയം ജഡ്ജി ചോദിക്കുന്നുണ്ട്, വാദിഭാഗം വക്കീലില്ലേ എന്ന് ചോദിക്കുമ്പോൾ കണ്ണനാണെങ്കിൽ ഹാജരാകുന്നുണ്ട്. കണ്ണനാണെങ്കിൽ വാമദേവനോട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, അതെന്താണ് മോനെ, നിൻ്റെ അമ്മാവനല്ലേ ഞാനെന്ന് പറയുമ്പോൾ തൻ്റെ പേരെന്താണെന്ന് വീണ്ടും ചോദിക്കുന്നു കണ്ണൻ. അതേസമയം വാമദേവൻ എന്ന് പേര് പറയുന്നുണ്ട്. വാദം നടക്കുന്ന സമയത്ത് തന്നെയാണ് ഉണ്ണിയും ദുർഗയും അവിടെ എത്തുന്നത്. അങ്ങനെ അവർ കോടതിക്കകത്തോട്ട് കയറുന്നു. ഇതേസമയം ഇവിടെ വാദം തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. കണ്ണൻ പറയുന്നുണ്ട്, ഇയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പകുതിയും ശരിയാണ്. എൻ്റെ അച്ഛൻ്റെ വിശ്വസ്തനായ ഒരാളായിരുന്നു ഈ വാമദേവൻ. സൂപ്പർവൈസറായിട്ട് തന്നെ അച്ഛൻ്റെ കൂടെ കൂടിയ ആളായിരുന്നു. അതേസമയം അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നതും വാമദേവൻ തന്നെയായിരുന്നു എന്നെല്ലാം കണ്ണൻ പറയുന്നത് കേട്ട് ചെറിയൊരു ആശ്വാസം വരുന്നുണ്ട് വാമദേവന്. കമ്പനിയിലെ ക്രമക്കേട് കണ്ടുപിടിച്ചതിനെ എൻ്റെ അച്ഛൻ ഇയാളെ അവിടെ നിന്നും പുറത്താക്കി. അതിൻ്റെ ദേഷ്യത്തിലാണ് ഇയാൾ കൊട്ടേഷൻ കൊടുത്തതും ഈ പ്രതാപനെ കൊണ്ട് എൻ്റെ അച്ഛനെ കൊല്ലിച്ചതെന്നെല്ലാമുള്ള സത്യം അവിടെ വിളിച്ചു പറയാണ്. ഇനിയാണ് എനിക്ക് ഇവരുടെ വായിൽ നിന്നും സത്യങ്ങൾ അറിയേണ്ടതെന്നെല്ലാം കണ്ണൻ പറയുന്നത് കേട്ട് ഇത് കേൾക്കുന്ന ദുർഗയും ഉണ്ണിയുമാണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ചു പോകുന്നു. അവർ ആ സത്യം അവിടെ വെച്ച് തന്നെ അറിയുന്നു. അതേസമയം വാമദേവനാണെങ്കിൽ ഉണ്ണിയെയും ദുർഗയും മാറി മാറി നോക്കുന്നുണ്ട്. അങ്ങനെ കണ്ണൻ ചോദിക്കുന്നുണ്ട്, ഇയാൾ നിങ്ങൾക്ക് കൊട്ടേഷൻ തന്നോ എന്ന് പ്രതാപനോട് ചോദിക്കുമ്പോഴേക്കും പ്രതാപനാണെങ്കിൽ ഒരു ഉത്തരം മുട്ടിയ രീതിക്ക് തന്നെ നിൽക്കുകയാണ്. എന്താണ് ഇനി കണ്ണൻ്റെ മുന്നിൽ പറയേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിൽ തന്നെ ആകെ വല്ലാത്തൊരു രീതിയിൽ തന്നെ നിൽക്കുന്നു. അതേസമയം വാമദേവൻ പറയുന്നുണ്ട്, ഈ പറയുന്നതിനൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ, ഇങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം തെളിവുണ്ടെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയുടെ മൊഴിയെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള ആ വീഡിയോ ക്ലിപ്പ് അവിടെ കേൾപ്പിച്ചു കൊടുക്കുന്നു. ഇതിൽ നിന്നും ഇവർ കുറ്റവാളികളാണെന്നുള്ള സത്യം കോടതിക്ക് ബോധ്യപ്പെടുകയാണ്. അങ്ങനെ കോടതിയാണെങ്കിൽ ഇവരെ ജീവപര്യന്തം ശിക്ഷിക്കുകയാണ്. ഇത് കേട്ട് മുത്തശ്ശിയാണെങ്കിൽ ആകെ കരഞ്ഞു തളർന്നുകൊണ്ട് അവിടെ ബോധം കെട്ട് വീഴുന്നു.
അതേസമയം കരുണയെ കാണാനായിട്ട് മാർക്കോ ആണെങ്കിൽ കരുണാലയത്തിൽ എത്തുന്നുണ്ട്. മാർക്കോനെ കാണുന്നതും കരുണയാണെങ്കിൽ ആകെ ഞെട്ടി വിറയ്ക്കുന്നുണ്ട്. ഇനി എന്താണോ സംഭവിക്കാൻ പോകുന്നതെന്നോർത്ത് കരുണയ്ക്ക് തക്കതായ ശിക്ഷ കൊടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.